എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ബിസിനസ് സ്റ്റഡീസിന്റെ 2ാം വർഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക്, പ്ലാനിംഗ് എന്ന് പറയുന്ന 4ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായമാണ് ഇത്. ഈ അധ്യായത്തെക്കുറിച്ച് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പരീക്ഷ കേന്ദ്രീകൃതമായി മാത്രമല്ല ഇത് പഠിക്കേണ്ടത്. ജീവിതത്തിൽ അനസ്യൂതം ഉപയോഗിക്കുവാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തെ തന്നെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു ശക്തമായ പാഠമാണ് ഇത്. ആ ബോധ്യത്തോടെ ഈ പാഠം പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇതിലെ ഓരോ വാക്കുകളും നമ്മുടെ ജീവിതവുമായി ബന്ധിതമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാം. അതുപോലെ തന്നെ പഠിക്കാൻ എളുപ്പമുള്ള ഒരു അധ്യായമാണ്. വെറുതെ പഠിക്കാനല്ല, മുമ്പ് സൂചിപ്പിച്ചതുപോലെ എങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തനവുമായി ഇതിനെ ബന്ധിപ്പിക്കാം എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഈ പാഠം പഠിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇതാണ്: പ്ലാനിംഗ്, അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറയും. അതായത് സ്വഭാവം, രീതി അല്ലെങ്കിൽ അങ്ങനെയുള്ള പറയുന്നതെല്ലാം, സവിശേഷതകൾ എന്നൊക്കെ പറയുന്നതെല്ലാം ഈ പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഇന്നത്തെ ക്ലാസ് പഠിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളായിരിക്കും അതിന് മനസ്സിലാക്കുന്നത്. ചോദ്യങ്ങൾ ഇതിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം പഠിക്കേണ്ടത് പ്ലാനിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. പ്ലാനിങ്ങിൻ്റെ ഡെഫിനിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ് ഇത്. കൂൺസ് ആൻഡ് ഓഡോണലിൻ്റെ ഒരു നല്ല ഡെഫിനിഷൻ. അതിൻ്റെ ആദ്യ ഭാഗമാണ് കൂടുതൽ പ്രസക്തമായിരിക്കുന്നത്. എന്ത് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചാൽ ഇത് എഴുതുന്നത് ഏറ്റവും നല്ലതാണ്. എന്താണ് നോക്കി: പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു ആൻഡ് ഹൂ ഈസ് ടു ഡു ഇറ്റ്. പ്ലാനിങ് ബ്രിഡ്ജസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ഫ്രം വെയർ വി ആർ ടു വെയർ വി വാണ്ട് ടു ഗോ. 2 ഭാഗങ്ങളായിട്ടാണ് കൂൺസ് ആൻഡ് ഓഡോണൽ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നതാണ്. അതിൻ്റെ ആദ്യ ഭാഗം നോക്കാം. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. നേരത്തെ ആലോചിക്കുക, നേരത്തെ മുൻകൂട്ടി ആലോചിക്കുക. വാട്ട് ടു ഡു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് നേരത്തെ ആലോചിക്കുക. അടുത്ത് നോക്കി: ഹൗ ടു ഡു, എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് നേരത്തെ ആലോചിക്കുക. വെൻ ടു ഡു, എപ്പോഴാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് നേരത്തെ ആലോചിക്കുക. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, നേരത്തെ തീരുമാനമെടുക്കുക. ഹൂ ഈസ് ടു ഡു ഇറ്റ്, ഒരു മാനേജ്മെന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മാനേജറുടെ രീതിയാകുമ്പോൾ ആരാണ് ഈ പറയുന്ന ജോലി ചെയ്യേണ്ടത്? ജോലികൾ ഒരുപാടുണ്ട്, ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഏത് ജോലി ആരാണ് ചെയ്യേണ്ടത് എന്ന് നേരത്തെ തീരുമാനമെടുക്കുക. അടുത്ത വരിയുടെ പ്ലാനിംഗ് ബ്രിഡ്ജസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ഫ്രം വെയർ വി ആർ ടു വെയർ വി വാണ്ട് ടു ഗോ. ദൂരം കുറയ്ക്കുന്നു. എന്ത് തമ്മിലുള്ളത്? ഒന്ന്, വെയർ വി ആർ, നമ്മൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നും നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്, അല്ലെ നമ്മൾ എന്താണ് ചെയ്തു തീർക്കേണ്ടത് എന്നും തമ്മിലുള്ള ദൂരത്തെ കുറയ്ക്കുന്നതാണ് പ്ലാനിങ്. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു ആൻഡ് വാട്ട് ഈസ് ടു ഡു ഇറ്റ്. പ്ലാനിങ് ബ്രിഡ്ജസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ഫ്രം വെയർ വി ആർ ടു വെയർ വി വാണ്ട് ടു ഗോ. ഇതാണ് പ്ലാനിങ്ങിൻ്റെ ഡെഫിനിഷനായിട്ട്. മിക്കവാറും ഒക്കെ പരീക്ഷയ്ക്ക് ഈ ചോദ്യവും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ ഫീച്ചർ നോക്കി: പ്ലാനിങ് ഈസ് ഗോൾ ഓറിയന്റഡ്. ഗോൾ ഓറിയന്റഡ് എന്താ ഗോൾ ഓറിയന്റഡ് എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ലക്ഷ്യോന്മുഖമാണ്. പ്ലാനിങ്ങിന് എപ്പോഴും ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. എനിക്കെന്താണ് നേടിയെടുക്കേണ്ടത്, ആ നേടിയെടുക്കുന്നതിനെ കുറിച്ചുള്ള ബോധ്യം വരുത്തിക്കൊണ്ട് വേണം പ്ലാൻ ചെയ്യാൻ. ചുമ്മാതെ നടക്കുക, ചുമ്മാതെ ചെയ്യുക, ചുമ്മാതെ പ്രവർത്തിക്കുക അല്ല പ്ലാനിങ്ങിൻ്റെ ഏറ്റവും. പ്ലാനിങ് ചെയ്യുമ്പോൾ കൃത്യമായൊരു ഉദ്ദേശമുണ്ട്. എന്താണ് ഞാൻ നേടിയെടുക്കേണ്ടത്, അതാണ് ലക്ഷ്യോന്മുഖം അല്ലെങ്കിൽ പ്ലാനിങ് ഈസ് ഗോൾ ഓറിയന്റഡ് എന്ന് പറയുന്നത്. അടുത്തതിലേക്ക്: പ്ലാനിങ് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ. എല്ലാ ഫങ്ഷൻ്റെയും അടിസ്ഥാനപരമായ ഫങ്ഷനാണ് പ്ലാനിങ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ സ്കൂളിൽ ജോയിൻ ചെയ്തു. എന്തിനു വേണ്ടിയാ? പഠിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ സ്കൂളിൽ ജോയിൻ ചെയ്തത്.
അപ്പോൾ എല്ലാത്തിനും അടിസ്ഥാനപരമായ ചിന്ത എന്ന് പറയുന്നത് ആസൂത്രണം എന്ന് മലയാളത്തിൽ പറയുന്ന പ്ലാനിംഗ് ആണ്. അപ്പം അടിസ്ഥാനപരമായി പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ ബാക്കി ഏത് ഫംഗ്ഷനും ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ആലോചിച്ചു പ്ലാനിങ്ങിനെ കുറിച്ച് ഏറ്റവും നല്ല ക്ലാസ് ഏതാണ്. അങ്ങനെ പല ക്ലാസ് കണ്ടു. എൻ്റേതും അല്ലെങ്കിൽ ഈ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് നോക്കുകയാണ്, ഇത് കൊള്ളാമോ. അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മളൊരു കാര്യം ചെയ്യുക. അപ്പം 2 നേച്ചേഴ്സ് ആണ് പഠിച്ചത്, അല്ലെങ്കിൽ 2 ഫീച്ചേഴ്സ് ആണ് പഠിച്ചത്. ഒന്ന്, പ്ലാനിങ് ഈസ് ഗോൾ ഓറിയന്റഡ്, ലക്ഷ്യം ഉള്ളതാണ്. 2, പ്രഥമമാണ്. അപ്പം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അടിത്തറയിലെ ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കി, പ്ലാനിങ് ഈസ് പെർവാസീവ്. മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും ഒരു ചോദ്യമായി വരാൻ സാധ്യതയുള്ള ഒരു വാചകമാണിത്. പ്ലാനിങ് ഈസ് പെർവാസീവ്. എന്താണ് പെർവാസീവ്? സർവസ്പർശിയാണ്. സർവസ്പർശിയാണ്. എന്താ സർവസ്പർശി? എല്ലായിടത്തും പ്ലാനിങ് ഉണ്ട്, എല്ലാ തലങ്ങളിലും പ്ലാനിങ് ഉണ്ട്, എല്ലാ ഇടങ്ങളിലും പ്ലാനിങ് ഉണ്ട്, എല്ലാ വ്യക്തികളും പ്ലാൻ ചെയ്തേ പറ്റുള്ളൂ. ഒരു ചെറിയ ജീവിയാണെങ്കിൽ പോലും ആ ജീവിയും പ്ലാൻ ചെയ്തേ പറ്റുള്ളൂ. ഒരു ചെറിയ മാനേജർ ആണെങ്കിൽ പോലും ആ മാനേജരും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എന്ന് പറഞ്ഞ് മാനേജർമാരെ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിലും ആ ലോവർ ലെവൽ മാനേജരും പ്ലാൻ ചെയ്തേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വർക്കേഴ്സ് അവരുടേതായ തലത്തിൽ അവരും പ്ലാൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പം പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ചെയ്തത് കൊണ്ട് ആവുന്നില്ല. ഓരോ പ്ലാനിങ്ങിനും അതിൻ്റെതായ തലത്തിലാണ് പ്ലാൻ ചെയ്യുന്നത്. വലിയ ടോപ്പ് ലെവലിലുള്ളവർ പ്ലാൻ ചെയ്യേണ്ട പ്ലാനിങ് ഉണ്ട്, മിഡിൽ ലെവലുള്ളവർ പ്ലാൻ ചെയ്യേണ്ട പ്ലാനിങ് ഉണ്ട്, ലോവർ ലെവലിൽ പ്ലാൻ ചെയ്യേണ്ട പ്ലാനിങ് ഉണ്ട്, വർക്കേഴ്സ് ചെയ്യേണ്ടതുണ്ട്. ഓരോരുത്തരും പ്ലാൻ ചെയ്യുമ്പം അവരവരുടേതായ തലത്തിൽ പ്ലാൻ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തതിലേക്ക്, പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ഫോർവേഡ് ലുക്കിംഗ്. ഭാവി സംബന്ധമായതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. എന്താണ് ഭാവി? നാളത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അടുത്ത നിമിഷത്തെ, പ്രസന്റിനെ അല്ല ഫ്യൂച്ചറിനെ, ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം ഒരു കാര്യം വരാൻ പോകുന്നു, നമ്മൾ വഴിയിൽ പോകാൻ ഒരുങ്ങുമ്പോൾ രാത്രിയാണ്, ടോർച്ച് എടുക്കുന്നു, വഴി കാണണം എന്നുള്ള ആഗ്രഹത്തിൽ പ്ലാൻ ചെയ്തിട്ടാണ് ടോർച്ച് എടുക്കുന്നത്. അപ്പോൾ ഫോർവേഡ് ലുക്കിംഗ് അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങൾ നോക്കി 4 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, പ്ലാനിങ് ഈസ് ഗോൾ ഓറിയന്റഡ്, പ്ലാനിങ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ മാനേജ്മെന്റ്, പ്ലാനിങ് ഈസ് പെർവാസീവ്, പ്ലാനിങ് ഈസ് ഫ്യൂച്ചർ ഓറിയന്റഡ്. ഒരിക്കലും പെട്ടെന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഭാവിയിൽ നമുക്ക് വേണ്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോഴേ പ്ലാൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തത്, പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയും. എന്താണ് പ്ലാനിങ് കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയാൻ കാര്യം? ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് തീരുന്നതല്ല പ്ലാനിങ്. എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, ഇനി ഞാൻ സേഫ് ആണ്, ഇനി എനിക്കൊന്നും പ്രത്യേകിച്ച് നോക്കാനില്ല എന്നുള്ളതല്ല പ്ലാനിങ്. ഓരോ സമയത്തും ചെയ്ത പ്ലാൻ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുകയും വീണ്ടും അത് പ്ലാൻ ചെയ്യണമെങ്കിൽ വീണ്ടും അത് പ്ലാൻ ചെയ്യുകയും ചെയ്യണം. വീണ്ടും ആ പ്ലാനിങ്ങിനെ കുറച്ചുകൂടെ നല്ലതാക്കാൻ. നമ്മൾ പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ പഠിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്തു. അടുത്ത പ്ലാനിങ് ആണ് ഏത് പഠിക്കണം. ഹയർ സെക്കൻഡറി പഠിക്കാൻ തീരുമാനിച്ചു, അത് പ്ലാനിങ്ങില്ല, ഒന്നാമത്തെ പ്ലാനിങ്. അടുത്ത ലെവൽ വീണ്ടും അടുത്ത പ്ലാൻ ചെയ്യാണ്. എന്താ? ഏത് ഓപ്ഷൻ പഠിക്കണം. അപ്പം നമ്മൾ വീണ്ടും അടുത്ത പ്ലാനിങ്ങിലേക്ക് കയറും. ഏത് സ്കൂളിൽ പോകണം, ഏത് പുസ്തകം വാങ്ങിക്കണം, ഏത് സമയത്ത് പഠിക്കണം. ഇങ്ങനെ ഓരോ ലെവലിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഇരിക്കണം. അപ്പം പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്. 5ാമത്തെ നോക്കി, പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. തീരുമാനമെടുക്കലാണ്. ഒത്തിരി സാധ്യതകളുള്ളതിനകത്ത് നിന്ന് ഏറ്റവും നല്ലത് ഏത് എന്ന് തീരുമാനമെടുക്കലാണ് പ്ലാനിങ് ഉണ്ട്. അല്ല ചുമ്മാ അതെല്ലാം വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കാനാണ് എങ്കിൽ പ്ലാനിങ് നടക്കത്തില്ല. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുക, തീരുമാനമെടുക്കുക എന്നാണ്. അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് കൃത്യമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്.
എല്ലാത്തിനകത്തു നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു, അതിലേറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏത് വിഷയം പഠിക്കണം, അതിൽ ഏത് സ്കൂള് തിരഞ്ഞെടുക്കണം, ബിസിനസ് സ്റ്റഡീസ് പഠിക്കുമ്പോൾ ഏത് പുസ്തകങ്ങളൊക്കെ വായിക്കണം, ഏതൊക്കെ വെബ്സൈറ്റുകൾ കാണണം, എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ പല ഓൾട്ടർനേറ്റീവിൽ നിന്ന് ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് കണ്ടെടുക്കുകയാണ്. ഏറ്റവും അവസാനത്തേതായിട്ട് പ്ലാനിങ് ഈസ് മെന്റൽ എക്സർസൈസ്. എന്താ മെന്റൽ എക്സർസൈസ്? ബൗദ്ധികമായ പ്രവർത്തനമാണ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടാണ്, അല്ലാതെ കൈകൊണ്ടല്ല പ്ലാൻ ചെയ്യുന്നത്, ബുദ്ധി കൊണ്ടാണ് പ്ലാൻ ചെയ്യുന്നത്. മെന്റൽ എക്സർസൈസ് ബൗദ്ധികമായ പ്രവർത്തനമാണ്. തല കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ കൃത്യമായി പ്ലാൻ ചെയ്യണം. അല്ലാതെ എത്രയും ചിന്തിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്നതിനല്ല പ്ലാനിങ് എന്ന്. ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കുക എന്നുള്ളതാണ് പ്ലാനിങ്ങിന്റെ പ്രത്യേകത. 7 കാര്യങ്ങളാണ്. നോക്കി: ഗോൾ ഓറിയന്റഡ്, പ്രൈമറി ഫങ്ഷൻ, പെർവാസീവ്, ഫ്യൂച്ചറിസ്റ്റിക്, ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്, കണ്ടിന്യൂസ്, മെന്റൽ എക്സർസൈസ്. ഇത്രയുമാണ് നമുക്ക് പ്ലാനിങ്ങിനെ കുറിച്ച് അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട്, നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടൊക്കെ ചോദിച്ചാൽ പഠിക്കേണ്ടത്. ഇത് നല്ല കൃത്യമായി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഞാൻ പറഞ്ഞല്ലോ, ഈ ബോധ്യത്തോടെയാണ് ഇനി നമ്മൾ ബാക്കി ഇതിൻ്റെ പാഠങ്ങളിലേക്ക് കടക്കുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി.